ഉദയ്പൂർ എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു പ്ലേസിലെ ലാസ്റ്റ് വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളുടെ ഇന്നത്തെ വിസിറ്റ് എന്ന് പറയുന്നത് ഉദയ്പൂരിലെ സിറ്റി പാലസ്. അപ്പോൾ മഹാരാജ ഉദയ് സിംഗ് 2 ഈ ഒരു പാലസ്, അതായത് അവർ ചിറ്റൂരിൽ നിന്ന് ഉദയ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആണ് ഈ ഒരു പാലസ് അവർ ക്രിയേറ്റ് ചെയ്തത്. ഒരു കുറച്ചും കൂടിയും അറ്റൻഷനും കാര്യങ്ങളും എല്ലാം നോക്കിക്കാണാൻ വേണ്ടിയിട്ടായിരുന്നു രാജാവ് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ, ഒരു പാലസ് ഉണ്ടാക്കിയത്. പിന്നെ ആ രാജാവിന് ശേഷം വന്ന ഓരോ രാജാക്കന്മാരും ഇതിൽ കുറേ ഡെവലപ്മെൻറ്റ്സും കുറേ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സിറ്റി പാലസ് നമുക്ക് ഉള്ളത്. 1559 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റി പാലസിൻ്റെ. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി ഇത് മാനേജ് ചെയ്യുന്നത് MMCF, അതായത് മഹാറാണ ഓഫ് മേവാർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആൻഡ് HRH ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് ഇപ്പോൾ സിറ്റി പാലസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സിറ്റി പാലസിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർട്ട് ഹൗസ്, ഗാർഡൻ, അങ്ങനെ ഒരു വലിയൊരു സെക്ഷൻ തന്നെയാണ് ഈ ഫുൾ സിറ്റി പാലസ് എന്ന് പറയുന്നത്. ഭയങ്കര ക്ലീനാണ് ആൻഡ് വെരി നീറ്റ്. ഞാൻ നിങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്നൊരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ സിറ്റി പാലസിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉദയ്പൂർ നഗരത്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് 360 ഡിഗ്രി ഒരു വ്യൂ നോക്കിയപ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരുപാട് ചെറിയ വീടുകൾ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ്. താഴത്ത് നമുക്ക് സിറ്റി പാലസിൻ്റെ ലോൺ, അവിടെ ആൾക്കാർ കുറേ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ആൾ, എൻ്റെ നീസ്, വേറൊരാൾ അവിടെ കണ്ടുപിടിച്ച് വർത്താനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ അവരുടെ ഒരു സിറ്റി പാലസിൻ്റെ ഭാഗമാണ്. ഈ ഒരു കളർഫുൾ സെക്ഷൻ ഓഫ് ഗ്ലാസ് ഇട്ട ഒരു ചെറിയൊരു സ്ട്രക്ചർ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എടുത്തു പറയേണ്ടത് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അതായത് യാതൊരുവിധ ഗാർബേജസോ അങ്ങനെ ഒരു കാര്യങ്ങളും കാണില്ല. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തതിനായിരുന്നു അതിൻ്റെ ഓരോ സ്ഥലവും അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്ഷൻ ഗാർഡൻ, നല്ലൊരു ഗാർഡൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗാർഡൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകുന്ന എൻട്രിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു. നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ എല്ലാം, ലോൺ, അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു.
അടുത്തതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഈ ടെമ്പിളിലേക്ക് പോകുന്ന വഴി, ഒരു റൂട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കേബിൾ കാറിലാണ് ഈ ടെമ്പിളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഈ ടെമ്പിളിൻ്റെ പേരെന്ന് പറയുന്നത് നീമാഷ് മാത ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നീമാഷ് മാത ടെമ്പിൾ എന്ന് പറയുന്നത് അവരുടെ മേവാർ റോയൽ ഫാമിലിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിളായിരുന്നു. ഇതൊരു 1652 മുതൽ 1680 അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീനായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ടെമ്പിളാണ് ഈ നീമാഷ് മാത ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴി, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ കേബിൾ കാർ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിന്ന് പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ടാണ് ഈ ഒരു ടെമ്പിളിലേക്ക് എത്തുന്നത്. പോകുന്ന വഴി തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ കുലദൈവം എന്നൊക്കെ നമ്മളുടെ പറയുമല്ലോ, അതേപോലെ അവരുടെ മഹാറാണാസ്, കിങ്സ് ഓഫ് മേവാർ ഫാമിലിയുടെ ഒരു കുലദൈവം ആയിട്ടുള്ള ഒരു ഇതാണ് ഈ നീമാഷ് മാത എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മേവാർ ഫാമിലിയുടെ ഒരു ബാക്കിയുള്ള ഇപ്പോഴത്തെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കണം ഈ ഒരു ടെമ്പിൾ ഇപ്പോൾ നോക്കി നടത്തിക്കൊണ്ട് വരുന്നത്. എങ്ങനെയായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് സജ്ജൻഗർ പാലസ് അല്ലെങ്കിൽ മൺസൂൺ പാലസ് എന്ന് പറയുന്ന ഉദയ്പൂരത്തെ ഒരു വൺ ഓഫ് ദ ഫേമസ് പാലസ് തന്നെയാണ്. ഇത് 1884 മഹാരാണ സജ്ജൻ സിംഗ്, മേവാറിലെ മഹാറാണ സജ്ജൻ സിംഗ് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അയാളൊരു മൺസൂൺ ക്ലൗഡ്സ് കാണാൻ വേണ്ടിയിട്ട് ഹിൽ ടോപ്പിൽ കൺസ്ട്രക്ട് ചെയ്തൊരു സംഭവമാണ് ഈ സജ്ജൻഗർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരാൾ പെട്ടെന്ന് തന്നെ മരിക്കുകയായിരുന്നു അറ്റ് എ വെരി യങ് ഏജ്. ആൻഡ് അതിനുശേഷം ഫത്തേഹ് സിംഗ് എന്ന് പറഞ്ഞൊരു മഹാറാണ സജ്ജൻ സിംഗിൻ്റെ സക്സസർ തന്നെയായിരുന്നു ഈ ഫത്തേഹ് സിംഗ്. ഫത്തേഹ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ ഇത് റോയൽ ഹൺസിന് വേണ്ടിയും ക്ലൗഡ് വാച്ചിങ്ങിനൊക്കെ വേണ്ടിയും ഈ പാലസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാതരം ടൂറിസ്റ്റുകൾക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സൺസെറ്റ് വ്യൂസൊക്കെ വളരെ ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരു പാലസാണ് സജ്ജൻഗർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാലസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഭൻസ്ദാര ഹിൽ, ആ ഒരു സെക്ഷനാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്, അതിൻ്റെ ഒരു ടെറസ് എന്നുള്ള വ്യൂ. അതായത് ലേക്ക് പിച്ചോള, അതേപോലെ ഫത്തേഹ് സാഗർ ലേക്ക്, ഈ രണ്ട് ലേക്കിൻ്റെ വ്യൂസ്, അതേപോലെ ആരവല്ലി ഹിൽസ്, ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ, ഒരു പനോറമിക് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഉദയ്പൂരിലൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പിളായിട്ടുള്ള ജഗദീഷ് ടെമ്പിളിലേക്കായിരുന്നു നമ്മളുടെ നെക്സ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത്. ഇത് 1651 മഹാറാണ ജഗത് സിംഗ് 1 ആണ് കംപ്ലീറ്റ് പണി കഴിപ്പിച്ചത്.
ജഗദീഷ് ടെമ്പിൾ, അതായത് ജഗന്നാഥൻ, ലോർഡ് വിഷ്ണുവിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ. ഈ ഒരു നമ്മൾ സൗത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ റിച്ച് ഇൻ ടെമ്പിൾസ് ആണ് അല്ലേ. നോർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സൗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് റിച്ച് ഇൻ ടെമ്പിൾസ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടു ആ ഒരു സെക്ഷനിലൊക്കെ ഈ സ്കൾപ്ചേഴ്സ് കൊത്തി വെച്ചിട്ടുള്ള അമ്പലങ്ങളുടെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് റെസംബ്ലൻസ് വരുന്ന ഒരു കൺസ്ട്രക്ഷൻ, വേ ഓഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു ജഗദീഷ് ടെമ്പിളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു ശിലകൾ കൊത്തി വെച്ചിട്ടുള്ളത് കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു. ഭയങ്കര എലഗൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു ടെമ്പിളിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. സിറ്റി പാലസിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു സിറ്റി പാലസ് മ്യൂസിയത്തിലേക്കായിരുന്നു നമ്മളുടെ നെക്സ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ ഒരു മ്യൂസിയം എങ്ങനെ ഉണ്ടാവും, അവരുടെ ഹിസ്റ്ററി, അവർ യൂസ് ചെയ്തിരുന്ന സ്വാഡ്, അവരെ കൊണ്ടുപോയിരുന്ന പല്ലക്ക്, അങ്ങനെ ഒരുപാട് എല്ലാ തരത്തിലുള്ള ഒരു ഫുൾ ഓൺ ഒരു മ്യൂസിയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഓരോ പോർട്രേറ്റ്സും, അതിൻ്റെ അടിയിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു മ്യൂസിയം തന്നെയായിരുന്നു അത്. അവിടെയുള്ള ഒരു പോർട്രേറ്റ്സിലും ടച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ അലൗ ചെയ്തിരുന്നില്ല. അതൊക്കെ വരുന്ന ടൂറിസ്റ്റ്സ് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവരൊരു ഫെൻസിങ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വിസിറ്റും കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഫുഡ് കഴിക്കാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ലേക്കിൻ്റെ ഒരു സെൻറ്ററിൽ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റെസ്റ്റോറൻ്റാണ്, അതൊരു ലേക്കിൻ്റെ ഒരു സെൻറ്റർ, ഒരു ഷോർ, ആ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഷോറിൽ ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര എസ്തെറ്റിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ഭംഗിയുള്ള റെസ്റ്റോറൻ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഉദയ്പൂർ വ്ളോഗും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ഉദയ്പൂർ ആൻഡ് ജോധ്പൂർ ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വ്ളോഗ് വഴി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ മാസം ഞങ്ങൾ പോയ മലേഷ്യൻ വ്ളോഗ്സാണ്, കോലാലംപൂർ. ഒരുപാട് വിശേഷങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ അതുവരെ F3 വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുക. ബൈ.